ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സുർണാസ് കുക്കറി വേൾഡ്. ഇന്ന് ഡയറ്റിൻ്റെയോ അല്ലെങ്കിൽ ഫുഡിൻ്റെയോ വ്ളോഗല്ല, ഇന്നൊരു ട്രാവൽ വ്ളോഗാണ്. ഞങ്ങളുടെ കമ്പനി സഞ്ചാരിയിൽ നിന്ന് ഞങ്ങളുടെ ഒരു പ്രോപ്പർട്ടി കാടമം കൗണ്ടി എന്ന് പറഞ്ഞ പ്രോപ്പർട്ടിയിലോട്ട് പോയതാണ്. തേക്കടിയിൽ കുമ്പളിയിലാണ് കേട്ടോ ഈ പ്രോപ്പർട്ടി വരുന്നത്. നല്ല അടിപൊളി പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ റൂം ഇതായിരുന്നു കേട്ടോ. ബേസിക്കലി 3 ടൈപ്സ് റൂമാണുള്ളത്. പെരിയാർ കോട്ടേജ്, കൗണ്ടി കോട്ടേജ്, പിന്നെ സ്യൂട്ട് റൂമാണുള്ളത്. അപ്പോൾ ഞങ്ങളെടുത്തത് കൗണ്ടി കോട്ടേജ് കേട്ടോ ഞങ്ങൾക്ക് കിട്ടിയത്. അപ്പം റൂമൊക്കെ അടിപൊളിയാണ്. ഏകദേശം നമ്മൾ റൂമെല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു. റൂമെല്ലാം ഏകദേശം ഒരുപോലെയാണ്. പെരിയാർ കോട്ടേജും കൗണ്ടിയൊക്കെ ഏകദേശം ഒരുപാട്. നമ്മൾ സൈസ് ഡിഫറൻസ് ആണ്. പിന്നെ ഡിഫറൻസ് സ്യൂട്ട്സ് ആകുമ്പോൾ ഇച്ചിരി കൂടെ ഇതായിട്ടുണ്ടാവും. അപ്പോൾ ഞങ്ങൾ അന്ന് രാവിലെ ഇറങ്ങി കൊച്ചിയിൽ നിന്ന്. ഒരു ഉച്ചയോടെ ഞങ്ങൾ അവിടെ ചെന്നിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഞാൻ വ്ളോഗ് എടുക്കുന്ന പ്ലാനൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റായിട്ടാണ് വ്ളോഗ് എടുക്കുക. അടുത്ത ദിവസമാണ് വ്ളോഗ് എടുത്തത്. അപ്പം നമ്മളവിടെ ചെന്ന് ആക്ച്വലി ലഞ്ചെല്ലാം കഴിഞ്ഞായിരുന്നു. ലഞ്ച് നമ്മൾ ആക്ച്വലി പ്രോൺസ് ബിരിയാണിയാണ് അന്ന് കഴിച്ചത്. പിന്നെ ഡിന്നറും നമ്മൾ ബട്ടർ നാനും ബീഫ് വറുത്തരച്ച കറിയായിരുന്നു. അപ്പം നെക്സ്റ്റ് ഡേ ഞങ്ങൾ എണീറ്റ് നേരെ ഒരു ജീപ്പ് സഫാരിക്കൊക്കെയുള്ള പ്ലാനിങ് ആയിരുന്നു. അപ്പം ബോട്ടിംഗ് ഇല്ലായിരുന്നു അവിടെ. ഓറഞ്ച് അലേർട്ട് ഞങ്ങൾ വന്നുകൊണ്ട് കറക്റ്റായിട്ട് എന്താ പറയുക ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചു. അതുകൊണ്ട് ബോട്ടിംഗ് ഇല്ലെന്ന് പറഞ്ഞു. അതിന് പകരം ഞങ്ങൾക്ക് അവിടെ ജീപ്പ് സഫാരി റെഡിയാക്കി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോയി. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ അടുത്തൊരു ഇഡ്ഡലി, പാൻ കേക്ക് ഇതുപോലത്തെ ഐറ്റംസൊക്കെയാണ് എടുത്തത്. അപ്പോൾ ഫുഡൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല ഫുഡൊക്കെ ആയിരുന്നു. അപ്പം ആക്ച്വലി രാവിലെ ആകുമ്പോൾ ഇത്രയും കഴിക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷേ അത്യാവശ്യം ഞാൻ കഴിച്ചു എന്ന് തന്നെ പറയാം. 2 ദിവസം എൻ്റെ ഡയറ്റ് മൊത്തത്തിൽ തെറ്റിയായിരുന്നു. പിന്നെ ഞാൻ ബ്രെഡും അതിൻ്റെ കൂടെ എടുത്തതിൻ്റെ കൂടെ പ്ലേറ്റിൻ്റെ കൂടെ ബ്രെഡും ജാമും ബട്ടറും കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ നമ്മുടെ ജീപ്പ് ഇതാണ്. നമ്മൾ ജീപ്പ് സഫാരിക്ക് റെഡി ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ ആക്ച്വലി നമ്മൾ കുട്ടനാട്ടുകാരിയാണെങ്കിൽ കൂടെ നമുക്ക് ഈ തേക്കടിയിലെ സ്ഥലം കാണുമ്പോൾ ഇത്ര മനോഹരമാണെന്ന് നമുക്ക് തോന്നിപ്പോൾ. അടിപൊളി സ്ഥലമാണ്. അതുപോലെ നല്ല ക്ലൈമറ്റാണ്. ഇത് പിന്നെ നമ്മുടെ പെരിയാറിൻ്റെ വഴിയൊക്കെ നമ്മൾ പോയത്. അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ അവിടെ കുറച്ച് നേരം ഇറങ്ങി നിന്നായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ നമ്മൾ കാണാനായിട്ട്. ഞാൻ പണ്ട് ഇവിടെ പോയിട്ടുണ്ട്. അപ്പോൾ ഇത്ര ഒഴുക്കും വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം നല്ല ഒഴുക്കുണ്ടായിരുന്നു, നല്ല തെന്നലും ഉണ്ടായിരുന്നു. അതുകൊണ്ട് അങ്ങോട്ട് ഇറങ്ങിയില്ല. ആക്ച്വലി ഞാൻ അവിടെ നിന്ന് ആസ്വദിച്ചതേ ഉള്ളൂ. ചെറിയ ചാറ്റം മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അടിപൊളി ക്ലൈമറ്റും നമുക്ക് കറക്റ്റ് പോകാൻ പറ്റിയൊരു ക്ലൈമറ്റ് എന്നൊക്കെ പറഞ്ഞ ഇതാണ്. പക്ഷേ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചു. എന്നിട്ടും വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ മാക്സിമം എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. Our experience is really superb and dangerous also. Scary. Jungle now. Yeah, we will. Yeah, excited to see animals, but I don't think so. Like in this during rainy season, it will come out. So let's see and stay tuned. സത്രം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ പണ്ട് ശബരിമലയ്ക്ക് പമ്പ വഴി പോകുന്നതല്ലാതെ ഇതിലെ കൂടെ ആൾക്കാർ പോയിക്കൊണ്ടിരുന്നു. നടന്നു തമിഴ്നാട്ടിൽ നിന്നും ആൾ പോകുന്നത് ഇതിലെയാണ് പോകുന്നത്. അപ്പോൾ ആക്ച്വലി ഈ സ്ഥലത്ത് നിങ്ങൾ മേലെ നിന്ന് ഇങ്ങനെ സൂം ചേട്ടോ എടുത്ത് അവിടെ എന്തെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോയെന്ന്. ഞങ്ങൾക്ക് മാനിനെ മാത്രമേ കാണാൻ പറ്റുള്ളൂ. ബൈനോക്കുലർ വെച്ച് മാത്രം കേട്ടോ കാണാൻ പറ്റിയേ. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ ടീ ഫാക്ടറിയിലോട്ട് വന്നായിരുന്നു. അപ്പം കുറച്ച് ആദ്യം ജസ്റ്റ് ഒരു ബേസിക്കായിട്ട് എങ്ങനെയൊക്കെയാണ് ടീയുടെ കാര്യങ്ങൾ എന്നൊക്കെ ഒരു ആൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ടീ ഫാക്ടറിക്കുള്ളിൽ നമ്മളെ കയറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് അത് വീഡിയോ ഒന്നും എടുക്കാനുള്ള അലോഡല്ല. ഇത് വേറെ സംഭവമൊന്നുമല്ല. ഇത് വന്നിട്ട് വൈറ്റ് ടീ ആണ്. ഏകദേശം 1 കിലോയ്ക്ക് 22,000 എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നേരെ അടുത്തത് ഞങ്ങൾ വന്നത് ഒരു സ്പാ ചെയ്യാനായിട്ടാണ്. അപ്പോൾ ഞങ്ങൾ ഫുൾ ബോഡി സ്പായാണ് എടുത്തത്. ഒരു ഫുൾ ആയുർവേദിക് പാക്കേജാണ് എടുത്തത്. അപ്പോൾ അതിനകത്ത് ശിരോധാര പോലുള്ള സംഭവങ്ങളെല്ലാം ഉണ്ടായിരുന്നു. മൊത്തം എനിക്ക് എടുക്കാൻ പറ്റില്ല. ജസ്റ്റ് സ്റ്റാർട്ടിങ് ഒരു ഹെഡ് മസാജിൻ്റെ വീഡിയോ മാത്രം ഞാൻ ആക്ച്വലി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ശിരോധാര ആക്ച്വലി ചെയ്തിട്ട് എനിക്ക് രാത്രി ചെറിയൊരു പണി കിട്ടിയായിരുന്നു. എനിക്ക് നല്ല മൈഗ്രെയിനായിട്ട് വൊമിറ്റിംഗ് ആയിട്ട് ഒന്ന് ഹോസ്പിറ്റലിൽ ഒന്ന് കറങ്ങിയിട്ടൊക്കെയാണ് ഞാൻ വന്നത്. എവിടെ പോയാലും എനിക്ക് സ്ഥിരമുള്ള എന്തെങ്കിലും വരുത്തി വയ്ക്കുക എന്നുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ കാണുമ്പോൾ തന്നെ നല്ല ഫ്രഷ്നെസ് ആയിരുന്നു. ആക്ച്വലി ഫുൾ ബോഡി എന്താ പറയുക, നമ്മൾ ഓയിലൊന്നും ഞാൻ ഒട്ടും തേക്കാത്ത ഒരാളാണ്. അപ്പോൾ മൊത്തത്തിൽ എണ്ണയിൽ കുളിച്ചാണ് ഞാനിരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫ്രഷ് ആയതെല്ലാം. അപ്പോൾ ഒരു ഫ്രഷ്നെസ് ആക്ച്വലി നമുക്ക് എണ്ണ തേച്ച് കുളിച്ച് ഇങ്ങനെയൊക്കെ ഫ്രഷ്നെസ് ഉണ്ടാവുമെന്ന് എനിക്കപ്പോൾ തോന്നിയായിരുന്നു. ആക്ച്വലി നല്ലൊരു വ്യത്യാസം നമുക്കപ്പോൾ സ്കിന്നിന് നല്ലൊരു തോന്നിയായിരുന്നു. നമ്മുടെ ബോഡിക്കും നല്ല റിലാക്സിങ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അടിപൊളിയായിരുന്നു അത്. അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ നൈറ്റ് കഴിച്ച ഫുഡൊന്നും എനിക്ക് ആക്ച്വലി എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അന്ന് വയ്യാണ്ടായതുകൊണ്ട്. പിന്നെ നമ്മളിത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഉച്ചയ്ക്ക് കഴിക്കാൻ പോയി. അപ്പം നമ്മളൊരു ചിക്കൻ സൂപ്പാണോ മട്ടൺ സൂപ്പാണോ ഒക്കെ സൂപ്പ് ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ
ബട്ടർ നാൻ, ചിക്കൻ കറി, ഒരു ചിക്കൻ താലി മീൽ, പിന്നെ നമ്മൾ നെയ്മീൻ വറുത്തത് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാനായിട്ട്. അത് നല്ല ഗംഭീരമായിട്ട് കഴിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അതിന് മുമ്പ് ഞാൻ ഓർഡർ ചെയ്തായിരുന്നു ഒരു ഫ്രൂട്ട് ബൗളൂടെ. അപ്പോൾ ആക്ച്വലി എനിക്ക് ഫ്രൂട്ട് ബൗൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല, ഭയങ്കരമായിട്ട് ഓവറായിട്ട് വയറ് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. കൂടെയുള്ള കൊളീഗ് ഒരു ഷെഫാണ് കേട്ടോ. അപ്പോൾ ആളെനിക്ക് നൈറ്റിലോട്ട് സാലഡൊക്കെ പ്രിപ്പയർ ചെയ്തത്, പക്ഷെ ഒന്നും കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഞാൻ നേരെ ഹോസ്പിറ്റലിലോട്ട് പോകുമായിരുന്നു. അടുത്ത ദിവസം ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ലഞ്ച് ഞങ്ങൾ പാക്ക് ചെയ്തെടുത്തായിരുന്നു. അതും കഴിഞ്ഞ് നമ്മൾ നേരെ തിരിച്ചു. ഞാൻ മാക്സിമം വെട്ടിച്ചുരുക്കിയാണ് ഈ വീഡിയോ ആക്ച്വലി ചെയ്തേക്കുന്നത്, കാരണം ഒത്തിരി ഉണ്ടായിരുന്നു. നമുക്ക് നമ്മുടെ സ്ഥലങ്ങളൊക്കെ എനിക്ക് കാണിക്കണമെന്നുണ്ട്. അപ്പം ഞാൻ അതൊരു ഷോർട്സ് ആയിട്ട് വീഡിയോ ആയിട്ട് ഞാൻ ഇടാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് അവിടെ ഉള്ളത്, എന്തൊക്കെ ഫെസിലിറ്റീസ് ആണുള്ളതെന്നൊക്കെ ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഞാൻ ഇടാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ട്രാവൽ വ്ളോഗ് ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. ടേക്ക് കെയർ, ബൈ.